പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാത്തത്? അപ്പോഴാണ് മനസ്സിലാവുന്നത്, പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം, അതായത് കോച്ച് ചെയ്യാൻ ഒരാൾ വേണം. അതാണ് അവരെ നമ്മൾ സ്വാഭാവികമായിട്ട് മെന്റർ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായും ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരാളെന്നല്ല ഒരു മെന്റർ, പക്ഷെ പെർസെപ്ഷൻ മാറ്റിയിട്ട് പ്രതിസന്ധികളെ കാണുക എന്ന് പറയുന്ന ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ് മെന്റർ എന്ന് പറയുന്നത്. അതിന്റെ കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് മെന്ററിങ് ആൻഡ് കൗൺസിലിംഗ് ഒക്കെ ഡിപ്ലോമ എടുക്കാൻ പറ്റും. അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് യു ആർ സക്സസ്. ഉണ്ടാവുന്ന നമ്മുടെ ചിത്രമാണ് നമ്മൾ മാറ്റുന്നത്. അതായത് ഒരാളുടെ ഒരു ഒരു വ്യക്തി രമേശൻ എന്ന് തന്നെ എടുക്കാം. ഞാനൊരു സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂലോ ഒരു സാമ്പത്തികമായോ അല്ലെങ്കിൽ എങ്ങനെയാവട്ടെ മേ ബി ഒരു ഡൗണിൽ നിന്നുകൊണ്ട് ഇരിക്കുന്ന ഒരാളെ നമുക്ക് ഈ പറയുന്ന കൃത്യമായ പ്രോസസ്സിലൂടെ അണ്ടർലൈൻ കൃത്യമായ പ്രോസസ്സിലൂടെ കടത്തിപ്പോയി ഞാൻ അയാളെ വിജയിപ്പിക്കാൻ പറ്റും. അവിടെ ജാതിയില്ല, മതവുമില്ല, പ്രായമില്ല. അതാണ് എൻ്റെ ആദ്യത്തെ വിശ്വസിക്കേണ്ട കാര്യം. അപ്പൊ അതിന് പറ്റുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കിയ ചിത്രമാണ് നമ്മൾ. അതിന് ഇംഗ്ലീഷുകാരൻ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞു. നമ്മളുടെ ആത്മസ്വരൂപം എന്ന് പറയാൻ വേണമെങ്കിൽ മലയാളി വെച്ചിട്ട് അത് ഞാനാണെന്ന് വിശ്വസിച്ചു. അതാണ് എന്റെ മിസ്റ്റേക്ക്. രമേശന് ഇതേ പറ്റൂ എന്ന് ആരോ പറഞ്ഞു, രമേശൻ അത് കേട്ട് വിശ്വസിച്ചു. അതാണ് രമേശൻ ഉണ്ടാക്കിയ സെൽഫ് ഇമേജ്. ഒരിക്കൽ രമേശൻ മനസ്സിലാക്കുന്നു, ഞാൻ ഈ സെൽഫ് ഇമേജ് ഉണ്ടാക്കിയ സാധനമൊന്നും അല്ല, എനിക്ക് വേറെ കുറെ കഴിവുണ്ട്, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നു. മറ്റൊരു രമേശനായി, അയാളെ സെൽഫ് ഇമേജ് മാറി. ദാറ്റ്സ് ഇറ്റ്. ആ മാറിയ സെൽഫ് ഇമേജ് ആണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെൽഫ് ഇമേജിൽ നിന്ന് നമ്മളിലൊരു പുതിയതായി സൃഷ്ടിക്കപ്പെടേണ്ട സെൽഫ് ഇമേജിലേക്കുള്ള ഒരു പകർന്നാട്ടമാണ് യഥാർത്ഥത്തിൽ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വാക്കുകയാണ് പകർന്നാട്ടം. എങ്ങനെയാണ് നിങ്ങളുടെ ഈ സക്സസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്? അപ്പൊ എന്തൊക്കെയാ അറിയേണ്ടത്? ഒരു സക്സസ് മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് മാറ്റാം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മെന്റൽ പിക്ചറാണ്. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാത്രം ഉണ്ടാക്കുന്ന ഇമേജിനാണ് സെൽഫ് ഇമേജ്. വ്യത്യാസം മനസ്സിലാക്കണേ. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ ഇപ്പോഴുള്ള ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്താവണമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാക്കുന്ന ചിത്രമാണ് സെൽഫ് ഇമേജ്. അത് മാറ്റണം എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. ആ സെൽഫ് ഇമേജിലേക്ക് നമ്മൾ മാറി 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 വരണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആൾക്കൂട്ടത്തോട് സംസാരിക്കാനാവാത്ത ഒരാളാണെന്ന് വെച്ചു, ഒരു പ്രസന്റേഷൻ സ്കില്ലില്ല. ഈ പ്രസന്റേഷൻ സ്കില്ലില്ലാത്ത ഒരാളുടെ പിക്ചർ എന്തായിരിക്കും? സെൽഫ് ഇമേജ് എന്തായിരിക്കും? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞൊരു 100 ആളിരിക്കുമ്പോൾ ഞാൻ വിളിക്കുകയാണ്, ബാബു ഇങ്ങോട്ട് വാ നമുക്ക് പ്രസംഗിക്കാം, എനിക്ക് പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നത് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എന്ന സെൽഫ് ഇമേജ് വെച്ചതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്, ഒരു ജനക്കൂട്ടത്തോട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ചിന്തിക്കുന്നു. എന്നിട്ട് അയാൾ സ്വയം വിശ്വസിക്കുന്നു, ഞാൻ നല്ലൊരു പ്രാസംഗികനാണ്. ഇമേജ് മാറ്റി. ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഇമേജ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ സ്റ്റേജിൽ വന്ന് സംസാരിച്ചിട്ട് പോകും. വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ പറയാം. കാരണം ഈ ലിങ്കിൽ ആരൊക്കെയാണ് കയറുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. 166 ഞാനടക്കം 166 പേരുണ്ട്. പലരും കൊടുത്തിരിക്കുന്ന ലിങ്കിലാണ് വന്ന് കയറുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ ആയാലും ഒരു കുഴപ്പമില്ല, നിങ്ങളെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു. അടുത്ത പ്രാവശ്യം ശനിയാഴ്ച വരാൻ മറക്കരുത്. ശനിയാഴ്ച വരുമ്പോൾ ഒരാളും കൂടെ കൂട്ടിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരാൾക്കൂടെ ലിങ്ക് കൊടുക്കുക, ഇങ്ങോട്ട് വന്നോളൂ. കാരണം നമുക്കിതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റണേ.
കാരണം ഈ 166 ആളെ പിക്ചർ മാറിക്കഴിഞ്ഞാണ്ടല്ലോ അത് 166 വീടുകളുടെ മാറ്റമായി. അപ്പൊ അതാണ് സെൽഫ് ഇമേജ്. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അതല്ല, മെന്റൽ പിക്ചർ എങ്ങനെ മാറ്റുന്നു, അതായത് അത് കണക്ഷനാണ് ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ സെൽഫ് ഇമേജ് ഒരു മെന്റൽ പിക്ചർ മാറ്റണം. പക്ഷെ അതല്ല, അത് കൂടാതെ നമ്മുടെ ഉള്ളിലെ ആ മെന്റൽ പിക്ചർ മാറ്റുന്ന പ്രോസസ് എങ്ങനെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ ഏതൊരാൾക്ക് മാറ്റാം. അപ്പോഴാണ് നിങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് നിങ്ങളെ എന്ന് പഠിപ്പിക്കുന്നത്, തലച്ചോറിന്റെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ RAS. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, യൂട്യൂബ് വീഡിയോ കാണാം. പക്ഷെ ബേസിക് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം. RAS എന്ന് എഴുതി വെക്കുക. അതിന് ഇംഗ്ലീഷ് പേര് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അതിനെ കുറിച്ചൊന്നും പേടിയൊന്നും വേണ്ട, അത് കേട്ടിട്ട് വിട്ടെ, ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. നമ്മുടെ മെന്റൽ പിക്ചേഴ്സ് മുഴുവൻ റാസിലൂടെയാണ് പ്രവർത്തിക്കുക. അപ്പൊ റാസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഏതിലോ ക്ലാസ് പറഞ്ഞുകൊണ്ട് റെപ്പിറ്റേഷൻ ഒക്കെ ഉണ്ടാകും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഒരാൾ ഒരു ബെൻസ് കാറ് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഞാൻ പലതവണ പറഞ്ഞൊരു ബോറിംഗ് ഒന്നും വേണ്ട. നീല ബെൻസ് വാങ്ങാൻ തീരുമാനിക്കുന്നു ഒരാൾ. എന്നിട്ട് അയാൾ അത് വാങ്ങണ്ട. അപ്പൊ ബ്രെയിൻ ചോദിക്കും, എന്തിനാ രമേശ ഒരു ബെൻസ് കാർ മേടിക്കുന്നത്? അല്ല, എനിക്ക് നല്ല സുഖമായി പോകണം, കുറച്ച് ആൾക്കാരൊക്കെ കണ്ടോട്ടെ, ഞാൻ ഭയങ്കര ബെൻസിലെ ആളാണ് എന്നൊക്കെ നമ്മളെ ബ്രെയിനോട് പറഞ്ഞ് പഠിച്ചു. എന്നിട്ട് ഈ കക്ഷി ഒരു ബെൻസ് ഷോറൂം പോയി. എന്നിട്ട് അതിന്റെ വിലയെല്ലാം ചോദിച്ചു. ഇതിനെക്കാട്ടി വഴിയൊക്കെ താങ്ങാൻ പറ്റുന്നില്ല, അപ്പുറത്ത് വിലയുണ്ട്. പക്ഷെ അതിൽ കയറുന്നതിലൊന്നും പുറകെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു വന്നു. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന ചങ്ങായിക്ക് ഇതൊന്നും അറിയില്ല. ഓരാവശ്യം നിങ്ങൾ എന്താണോ പറയുന്നത് അത് അച്ചീവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഒരു പിക്ചർ തന്നു, വീട്ടിൽ ഒട്ടിച്ചു. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റോടെ നോക്കും, ഉച്ചക്ക് നോക്കും. പിന്നെ എന്താ സംഭവിക്കാറ്? നിങ്ങൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ മുഴുവൻ ഒരു ബെൻസ് കണ്ടോളി. ക്ലിയർ? അത് നിങ്ങൾ സ്കൂട്ടി ആണെങ്കിൽ സ്കൂട്ടി, നിങ്ങൾ എന്താണോ വേണ്ടത്. ഇപ്പൊ കാറിലൊന്നും ഒരു താല്പര്യം, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് വെറുതെ പറഞ്ഞല്ലോ, എനിക്കിതൊന്നും കാണാൻ പറ്റാറ്. കാരണം എന്റെ ബ്രെയിനില് കാറോ ഇതൊന്നും ഇറക്കി വലിയ, ചിലപ്പോ ബെൻസ് ഉണ്ടാവും. എന്റെ ഫ്രണ്ട് സുശീൽ എപ്പോഴും കണ്ടു BMW ഡ്രീം ചെയ്യുന്നതാണ്. അയാൾ എവിടെ നോക്കിയാൽ മാഷാദാട്ടി BMW, ഞാനും കണ്ടില്ല, റഷ്യ എടുക്കും. ഇതാണ് റാസ് എന്ന് പറയുന്നത്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. എന്റെ ബ്രെയിനിൽ എന്താണ്, കുറെ ആൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ എന്താ പ്രശ്നം? എല്ലാ ദിവസവും ക്ലാസ്, നാളെ കൈവേലി, ഇത് വന്നുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കും, ഒരാൾ വിളിച്ചു പറയും, സാർ ഇന്ന സ്ഥലത്തൊരു ക്ലാസ് എടുക്കണേ. സെക്കൻഡ് മതി, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഇന്ന് ഈ ആഴ്ച എവിടെ ക്ലാസ് എടുക്കണം? ഞാൻ ആലോചിക്കുമ്പോഴേ ഒരു കോൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ അപ് ടു ഡിസംബർ ഒക്കെ ഫുള്ളായി. ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു വീട്ടമ്മ വീട്ടിലേക്ക് ഒരു ഇഡ്ഡലി പാത്രം വാങ്ങാൻ വിചാരിച്ചു. രസകരമായ കാര്യം കേട്ടോ. അപ്പൊ ബ്രെയിൻ ചോദിക്കും, എന്തിനാ ഇഡ്ഡലി പാത്രം? അല്ല, കുറച്ച് നല്ല ഇഡ്ഡലിയിൽ ഉണ്ടാക്കാം, ഇപ്പോഴുള്ള പാത്രം മോശം. പിന്നെ ഏത് ഷോപ്പിൽ പോയാലും ഇഡ്ഡലി കാണാം, ഇഡ്ഡലി പാത്രം ഉണ്ടാവണം. ദിസ് ഈസ് കോൾഡ് റാസ്. അതായത് ന്യൂറോ പാത്വേസ് എന്ന് പറയുന്നത് സ്ട്രോങ് കയറ് പോലെ ആവണം. അതെങ്ങനെ കയറാവാം? ഒരു കയറിന്റെ ഒരു പിരി, അതായത് ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് അതിൽ ചിന്തിച്ചു, പിന്നെ അതിലേ പോകുമ്പോൾ ചിന്തിച്ചു, അങ്ങനെ 2 അങ്ങനെ 3 അങ്ങനെ 4 എന്ന് പറഞ്ഞാൽ ഇത് ചിന്തിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു കയറ് പോലെ ആവും എന്ന് ചോദിച്ചു. ഇങ്ങനൊന്നും അല്ലട്ടാ, അവനെ പറഞ്ഞു. ഈ കയറ് പോലെ ആവുന്ന സമയത്ത് ഈ യൂണിവേഴ്സ് ആ സാധനം നിങ്ങളുടെ മുമ്പിൽ കൊടുക്കും. ഈ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെല്ലാം മിക്കവാറും നമ്മൾ അറിയുന്നവരായിരിക്കും. ഞാനിങ്ങനെ ഹെൽത്ത് കോച്ചിങ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതും എടുക്കലുണ്ട് കേട്ടോ, ന്യൂറോ സയൻസും ഓരോ കാര്യത്തോടും. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ച്, ഹെൽത്ത് കോച്ചിങ്ങിൽ എടുക്കുമ്പോൾ ഒരു ഡോക്ടർ കൂടി ഉണ്ടെങ്കിലോ വളരെ നന്നായി. സാധാരണ ഒരു ഡോക്ടറെ അവൈലബിൾ അല്ല, എല്ലാവരും തിരക്കിലാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ റാസ് വർക്ക് ചെയ്യുന്ന മുഴുവൻ ഐ ആം സെർച്ചിങ് ഫോർ എ ഡോക്ടർ ഹു ക്യാൻ സപ്പോർട്ട് us. അപ്പൊ മറ്റൊരു സ്ഥലത്ത് ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നറിയോ? അദ്ദേഹത്തിന് വലിയ ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട്
എന്നെ ആരെങ്കിലും ഇങ്ങനെ ഒരാൾ വിളിക്കോ എന്നിട്ട് നിൽക്കുന്നുണ്ട്, നോക്കണം. ഞങ്ങൾ തമ്മിലൊരു പരിചയമില്ല. പക്ഷെ കുറെ ആൾക്കൊക്കെ അറിയാം. അതേ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്, ഡോക്ടർ സുമേഷ് നമ്മളെ പ്രോഗ്രാമിലേക്ക് വരുന്നു, അല്ലെ യാദൃശ്ചിയായിട്ട് ഞാൻ കാണുന്നു, എന്നെ ഒരാൾ പരിചയപ്പെടുത്തുന്നു, ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നു, ഞങ്ങളൊരു സെഷൻസ് ചെയ്യുന്നു, ഇന്നും ചെയ്തു. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഡിസിഷൻ എടുത്തു, ഇനി എവിടെ ഞാൻ സെഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഞങ്ങൾ എൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഇത് വളരെ ഫൈനലൈസ് ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ, ഇത് വളരെ ഹൃദയസ്പർശം. കാരണം അദ്ദേഹവും സമൂഹത്തിന് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നു, ഞാനും ആഗ്രഹിക്കുന്നു. അപ്പൊ രണ്ട് ആളുടെ റാസും വർക്ക് ചെയ്തപ്പോ ഈ രണ്ട് പേരും കണക്ട് ചെയ്യപ്പെട്ടു. എക്സാമ്പിൾ, ഞാനിതിന് എക്സാമ്പിൾ അടക്കം പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്, നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഈ രണ്ടാമത് രഹസ്യം പറഞ്ഞു, ഈ ആഗ്രഹങ്ങളിലെ ഇത് സ്വാർത്ഥമല്ലാത്ത ആഗ്രഹങ്ങളും സ്വാർത്ഥമായ ആഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവും. ശരിയല്ലേ? ശരിയാണല്ലോ? ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. ഇതിൽ സ്വാർത്ഥമല്ലാത്ത ഇത്തരം ചിന്തകളും ലക്ഷ്യങ്ങളും വരുമ്പോ ഈ റാസിന്റെ സ്പീഡ് സാധാരണ 100 ആണെങ്കിൽ 1,00,000% കൂടും. അതുകൊണ്ടാ പറഞ്ഞത് നിസ്വാർത്ഥമായി നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇത്തരം മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഹെൽത്ത് അറിവുകളും എനിക്ക് കിട്ടിയത് മുഴുവൻ കൊടുക്കണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണേ. എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു റാസാണത്. ഞാൻ പറഞ്ഞ ഡോക്ടർക്കോ തന്നെ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് തന്നെ കുറച്ച് രാജ്യങ്ങൾ കാണണം. എക്സാമ്പിൾ നോക്കണേ. ആഗ്രഹം രണ്ടെണ്ണമായി. ഒന്ന്, സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കുന്ന കോച്ചാവണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാവണം. എനിക്ക് കുറെ സ്ഥലങ്ങൾ കാണും. എന്താ സംഭവിക്കുന്നറിയാം? ആദ്യത്തെ ആഗ്രഹം വേഗം നടത്തും പ്രകൃതി, അപ്പൊ രണ്ടാമത്തെ നടന്നോളൂ. ഉറപ്പല്ലേ? സ്വർണം. ഇപ്പൊ 21-ാം തീയതി കൊച്ചിയിലാണ് അഭിലാഷിന്റെ ടീമിൽ ഒരു മനോജ് സാറിന്റെ ടീമിൽ 22 കോടി XYZ ആ പ്രോഗ്രാമിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എന്റെ ആഗ്രഹം ഒന്ന് കൊച്ചിയല്ലെന്ന് കാണുന്നതായിരിക്കും. പക്ഷെ ഞാൻ കൊടുത്ത മെസ്സേജ്, ഐ ഹാവ് ടു ട്രാൻസ്ഫോം സം പീപ്പിൾ ഇൻ കൊച്ചി, ദാറ്റ്സ് ഓൾ. അപ്പൊ യൂണിവേഴ്സൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇനി അങ്ങ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എനിക്കൊരു കൊട വാങ്ങണം എന്നാണെങ്കിൽ ഡ്രീം എന്ന് വെച്ചോ. അപ്പൊ ഡ്രീം ഇങ്ങനെ മാറ്റുക. എനിക്കൊരു കൊട കൊടുക്കുമ്പോൾ ഞാൻ ഒരാൾക്കെങ്കിലും ഒരു കൊട വെറുതെ കൊടുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 കൊട കിട്ടും. ക്ലിയർ ആയോ? കുറെ ആൾക്ക് ഇതൊന്നും തിരിഞ്ഞില്ല. കുറെ ആളിങ്ങനെ ആലോചിച്ചോണ്ട് വട്ടൻ എന്തായി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടോ? അതായത് യൂണിവേഴ്സലിനെ നമ്മൾ ആക്സെപ്റ്റൻസ് ഉള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ MA യൂസഫ് അല്ലേ, അല്ലെങ്കിൽ മേ ബി എനിബഡി, ഡോക്ടർ APJ അബ്ദുൽ കലാം, എല്ലാം നിങ്ങൾ അങ്ങനെ എടുക്കും. ഇവരെയൊക്കെ തന്നെ അവരുടെ കാര്യം ചിന്തിച്ചിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴവർ ചിന്തിക്കുന്നത് എങ്ങനെ കുറെ തൊഴിലവസരങ്ങൾ കൊടുക്കാം, എങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അങ്ങനെയുള്ള വലിയ ഗോളിലേക്ക് വരുമ്പോൾ മെന്റൽ പിക്ചർ ഷിഫ്റ്റിംഗ് വരുന്ന ഈ റാസ് മാറിക്കൊണ്ടിരിക്കും. ഈ റാസ് വളരെ ശക്തമാകുമ്പോൾ വേറൊരു ഗുണം തരുമോ? ഈ സംശയം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഈ കയറ് വളരെ ശക്തമായി കഴിഞ്ഞാല് സംശയമാകുന്ന കയറ് ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു അഴിയുണ്ടാവും. അപ്പൊ എന്തോ ഇത് വർക്ക് ചെയ്യില്ല. എക്സാമ്പിൾ, നമ്മള് ചില പേഴ്സണലി ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ തളിപ്പറമ്പിനടുത്ത് വളരെ പ്രശസ്തനായ ലോകത്ത് ഉള്ളൊരു വ്യക്തിയുണ്ട്. ഇതിന് വിജയ് നീലകണ്ഠൻ എന്നാണെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ കണ്ടിരുന്നു, പേരിൽ മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം കിങ് കോബ്ര അല്ലെങ്കിൽ രാജവെമ്പാലകളെ സംരക്ഷിക്കുകയും അവരുടെ മുട്ടയൊക്കെ അടയിരിക്കുമ്പോൾ അതിനുവേണ്ടി അഹോരാത്രം അവിടെ താമസിച്ച് കിടന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കാടുകളിൽ, വലിയ കാടുകളിൽ പോയി അവയെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു എൻവയോൺമെന്റലിസ്റ്റാണ്. വേൾഡ് ഫേമസ് ആണ്. യാദൃശ്യമായിട്ട് ഞങ്ങള് ഇവിടെ ജേക്കബ് സാറും അല്ലെങ്കിൽ ഡോക്ടർ
സുമേഷ് ഞാനൊക്കെ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ ഫോട്ടോസ് അവിടെ കാണിച്ചു. ഞങ്ങൾ ഒരുപാട് തവണ 1.5 മണിക്കൂർ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്ര അടുത്ത് കിങ് കോബ്ര വരുന്നു, അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. ഒരിക്കലും മൃഗശാല എന്നല്ല, ഒരു കാട്ടിൽ ഇദ്ദേഹം കിങ് കോബ്രയെ അന്വേഷിച്ചു പോകുന്നു, ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഒരു വെള്ളത്തിനടിയിൽ നിന്ന് കിങ് കോബ്ര ഇങ്ങനെ വന്നു. ഇദ്ദേഹം നിൽക്കുന്ന ഇവിടെയാണ്, ആ ഫോട്ടോഗ്രാഫ് അവിടെയുണ്ട്. 16 മിനിറ്റ് അവരിങ്ങനെ നിന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം നമ്മളും ആണെങ്കിൽ വ്യത്യാസം ഞാൻ കാണിക്കാൻ പോവാം. ഇവിടെ നിൽക്കുന്നു, 16 മിനിറ്റ് കഴിയുമ്പോൾ ഇദ്ദേഹത്തെ നടുവേദന എടുക്കുന്നു, ഇദ്ദേഹം മാറുന്നു, കിങ് കോബ്ര അങ്ങോട്ട് പോകുന്നു. ഫിനിഷ്. ഇനി രമേശൻ എന്ന ഞാനും ഒരു കിങ് കോബ്രയും തമ്മിലാണെന്ന് വിചാരിച്ചു. എക്സാമ്പിൾ, കിങ് കോബ്രയെ കണ്ടാൽ തന്നെ ഞാൻ ഓടും. അത് നിങ്ങൾ തൽക്കാലം എന്നെ ഒഴിവാക്കി. ഞാൻ തൽക്കാലം വിട്ടുപോകില്ല. നമ്മളങ്ങനെ കിങ് കോബ്ര ഇവിടെ വന്നു നിന്നു, രമേശൻ ഇവിടെ വന്നു നിന്നു. എന്താ സംഭവിക്കുക? ഈ രമേശന്റെ റാസില് കിങ് കോബ്ര കടിക്കുന്ന അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മോനെ ഏത് പാമ്പായാലും നിന്നെ കടിക്കും എന്നാണ് എന്റെ ബനിലുള്ള റാസ്. ഈ കിങ് കോബ്രക്ക് വലിയ പട്ടിയൊന്നുമില്ല, ഒരൊറ്റ കൊത്തു കൊത്തിയാൽ മതി. പിന്നെ അത് ഡീസന്റ് ആയോട് ചെയ്യൂല. ഞാൻ മനസ്സിലായില്ലേ? ഇതാണ് റാസിന്റെ ഡിഫറൻസ്. അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കൊടുത്തിരിക്കുന്നത് വർഷങ്ങളാണ്, 38 വർഷമായി അദ്ദേഹം ഇതിൽ തന്നെ പഠനം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ റാസിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ കടിക്കലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, അതിന്റെ റിസർച്ചും കാര്യം. അപ്പൊ ആ റാസ് സ്ട്രോങ് ആകുമ്പോൾ ഈ കിങ് കോബ്ര പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, വിത്തൗട്ട് ഹിസ് പെർമിഷൻ. സോറി ഫോർ ദാറ്റ്. ഇവിടെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുന്നത്. സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് മാറുന്ന പ്രോസസ്സിനിടയിൽ തന്നെ സംഭവിക്കുന്ന, ഇതൊന്നും സെപ്പറേറ്റഡ് അല്ല, ഒരു സംഭവമാണ് മെന്റൽ പിക്ചർ കൺവേർഷൻ. അല്ലെങ്കിൽ പറഞ്ഞ റാസ് മാറുന്നു, ന്യൂറോ പാത്വേസ് ചേഞ്ച്. നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ മാജിക് ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അല്ലെങ്കിൽ മേ ബി ലോ ഓഫ് സക്സസ്, ഏതെങ്കിലും ഒരു പുസ്തകം നമ്മൾ എടുക്കുന്നു. ശ്രദ്ധിച്ചോ, ഈ പുസ്തകം എടുക്കുന്നു, നിങ്ങൾ വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളിൽ ഒരു റാസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു റെറ്റിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോൺസ് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് വരുന്ന സമയത്ത് ആ പുസ്തകത്തിന്റെ അറിവുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ അറിവുകൾ വരുന്ന അനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ന്യൂറോ പാത്വേസ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ കുറച്ച് പോയിന്റുകളെ പറയുന്നുള്ളൂ, കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോഴത്തേക്ക് ടേക്ക് ഓഫ് ഹോം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം. ഇത് എപ്പോഴൊക്കെയാണ് വളരെ ശക്തമാവുന്നത്? ഈ ഗോൾ സെറ്റിംഗ് പലരും ചെയ്തിട്ട് പരാജയപ്പെടാൻ ഒരു കാര്യം, ഈ നമ്മുടെ തലച്ചോറിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനം ചെയ്യേണ്ട സമയം എപ്പോൾ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സമയം മറ്റൊന്നുമല്ല, ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള ഒരു 10 to 20 സെക്കൻഡ്സ്, ഒരു മിനിറ്റ് വരെ, എഴുന്നേറ്റ ഉടനെയുള്ള 1 മിനിറ്റ്. എന്നിട്ട് ഈ രണ്ടും ഇത്ര പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഗോൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഗോൾ റാസ് ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഗാമ വേവ്സ്, ബീറ്റ വേവ്സ്, ആൽഫ വേവ്സ് തുടങ്ങിയ പ്രോസസ്സിലൂടെ കടന്ന് ഉറക്കത്തിലെത്തുകയും അവിടെ ഇടയിൽ ഒരു തീറ്റ വേവ്സ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, എ ഫ്യൂ സെക്കൻഡ്സ്. ആ സമയത്ത് ഈ കൊടുത്ത മെസ്സേജ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ സ്വന്തം കൂടുതൽ ഫാസ്റ്റ് ആവും. എന്നിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ, അന്നേരം മാത്രമേ തീറ്റ വേവ്സ്, കാരണം ഡെൽറ്റ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് തീറ്റ വേവ്സ് ആക്ടിവേഷൻ നടക്കുന്നത് എഴുന്നേറ്റ ഉടനെയാണ്. അപ്പൊ ഇവിടെ ബെൻസ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചാലും ഫീലിങ്ങോട് കൂടി യാത്ര ചെയ്ത് കിടന്നുറങ്ങിയ ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇത് തന്നെ കൊടുക്കുന്ന സമയത്ത് റാസ് ആക്റ്റീവ് ആവുന്നതും 10 മടങ്ങായിരിക്കും. നിങ്ങളിത് ടെസ്റ്റ് ചെയ്യാം. 1-2 ദിവസം കൊണ്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളുടെ ബേസിക് ക്വാളിറ്റി സംശയമാണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ്സിലേക്ക് പോയാൽ രക്ഷപ്പെടും നോക്കാം. ഏതെല്ലാം പോയതല്ലേ, അങ്ങനെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഇതൊരു ബിഗ് ബോസ് പ്രോഗ്രാം പോലെ കാണുന്നവരുണ്ട്. അത് ഇതല്ല പരിപാടി. അത് നിങ്ങൾ പോയി കണ്ടോ. ബിഗ് ബോസ് ഇത് വ്യത്യാസമുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങളെ ബിഗ് ബോസ് ആക്കുന്ന പരിപാടിയാണ്, നാട്ടുകാരെ ബിഗ് ബോസ് ആക്കുന്ന പരിപാടിയല്ല.
ഇവിടുത്തെ ബിഗ് ബോസ് ആരാ? നിങ്ങളാണ്. പലപ്പോഴും ഇത്തരം പ്രഭാഷണ പരമ്പരകളുടെ ഒരു പരാജയമായി ഞാൻ കാണുന്നത് കുറേ പോയിന്റ്സ് പഠിപ്പിക്കും, ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല, കുറച്ച് കാര്യം പറഞ്ഞു അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പ്രോഗ്രാം ഉണ്ടായതുപോലെ ഒരു റാസിന്റെ പ്രവർത്തനമാണ്. എനിക്കൊന്ന് മിനീഷിനാണ് ഇങ്ങനെ ഒന്ന് തുടങ്ങണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് ഒന്നും കൂടെ തിരിച്ചു പോകണം. ഞാൻ സെൽഫ് ഇമേജ് മാറ്റി കൺഫ്യൂഷൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യമാകുന്ന എന്തുമാവട്ടെ ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ ന്യൂറോൺസാണ്, നിങ്ങളുടെ തലച്ചോറിലുള്ള നിങ്ങളാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീത ആത്മാവിന്റെ ബന്ധുവും അവൻ തന്നെ അതിന് ശത്രു അവൻ. അതിൽ പറയുന്നതിൽ രിപുരാത്മന എന്ന് പറഞ്ഞ പോലെ തന്നെ ബന്ധുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി സാറേ എന്ന് കുറ്റപ്പെടുത്താൻ ഞാൻ എന്താ ഇങ്ങനെ ആവാൻ കാരണം മറ്റുള്ളവരാണ് എന്റെ കാരണം അല്ല, നിങ്ങൾ തന്നെ. ഇനി നിങ്ങളുടെ ദുരന്തങ്ങളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏതായാലും ഉറങ്ങുന്നതിന് മുമ്പ് അടുത്തകളെ വീണ്ടും ദുരന്തം വരും. പകരം ഇപ്പൊ 9 മണിക്ക് ഇത് കഴിയുമല്ലോ, എന്നിട്ട് ഒരു 15 മിനിറ്റ് ശാന്തമായിരുന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താവാൻ കാരണം. ഇനി വേറെ കാര്യം പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ പോലും നിങ്ങളുടെ ജീവിതം കട്ടപ്പോയാം. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റുകൊണ്ട് അല്ലെങ്കിൽ കേൾക്കുന്ന ദുഃഖഭാരങ്ങളും പങ്കുവെക്കാൻ, അങ്ങനത്തെ പാട്ടുണ്ടായിരുന്നുണ്ട്. പാട്ടുപാടിയാൾ പൈസ മേടിച്ചു പോയി, അയാൾക്ക് ദുഃഖഭാരമൊന്നുമില്ല. ഇതന്നെ ഡെയിലി ടേപ്പ് വെക്കും, കാറിൽ വെക്കും, ഒന്നും പേടിക്കണ്ട, തഥാസ്തു ദുഃഖഭാരം വന്നുകൊണ്ടിരിക്കും. ചിലവരെ പാട്ട് നല്ല വ്യത്യാസം. ഈ ജീവിതം ഇത് എന്തേലും നൽകി നല്ല മറ്റു പാട്ട് പാടുന്ന ടീമില്ല. ദയവ് ചെയ്ത് അത്തരം പാട്ടുകൾ കേൾക്കരുത്. ഞാൻ ഒരു കണക്കിന് നമ്മുടെ കുട്ടികൾ, പുതിയ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനത്തെ ഒരു പാട്ടും അവർ കേട്ടില്ല. ഇത് നമ്മുടെ ഒരു തലമുറയില്ലേ, എനിക്കൊന്ന് ഇത് കേൾക്കുന്നതിന് വിദ്യാർത്ഥികൾ നമ്മളൊരു 80s 90s പണ്ടത്തെ മോഹൻലാലിന്റെ സിനിമ പാട്ടെല്ലാം കേൾക്കുന്ന ഒരു ടീമല്ലേ നമ്മള്. നമ്മൾക്ക് മുമ്പിൽ ഇങ്ങനെയുള്ള പാട്ടുണ്ടാവും. പക്ഷെ പുതിയ കുട്ടികളെല്ലാം അടിപൊളി പാട്ട് കേൾക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതം അടിപൊളിയായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കുട്ടീനെ എടുത്തിട്ട് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ കേൾപ്പിച്ചു. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചോളം വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ, നിങ്ങൾ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ, അഭിലാഷ് കാണുന്നുണ്ട്. അഭിലാഷ് ഒരു ബെൻസ് വാങ്ങാൻ തീരുമാനിച്ചു. അഭിലാഷ് ബെൻസ് വാങ്ങാൻ തീരുമാനിച്ചു. ഉടനെ അഭിലാഷിന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു. അപ്പൊ കുറെ ഇവര് ബെൻസ് ഏടാ വാങ്ങാൻ പറ്റുന്നു, അഭിലാഷ് എനിക്ക് പണിയൊന്നും വേണ്ട എന്ന് പറയുന്ന 10 ആളാണെങ്കിൽ അഭിലാഷിനെ തോന്നും ഇത് ശരിയല്ലേ, പരിപാടി തീർന്നു. സോ ലോ ഓഫ് അസോസിയേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരാളുടെ റാസ് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ കോച്ചോട് സംസാരിക്കാം, നല്ല വിശ്വാസമുള്ള പാർട്ട്ണറോട് സംസാരിക്കാം, ഇല്ലെങ്കിൽ ആരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ പറയാൻ പോകുന്നതും കൂടെ ഇന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. 50 ആയിട്ടുള്ളൂ, 10 മിനിറ്റ് ഉണ്ട്. അതായത് ഈ പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഒന്ന്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ ഉടനെയും അതേ ചിന്തകൾ കൊണ്ടുവരിക. അപ്പൊ ഒന്നിലേറെ ലക്ഷ്യം ഉണ്ടെങ്കിലോ, അങ്ങനെ ഉണ്ടാവില്ലേ? കഴിയുന്ന ഒന്ന് അച്ചീവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്, കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും ആദ്യ ഘട്ടത്തിൽ. ഇതിന് വേറെ ടെക്നിക്ക് എന്ന് വെച്ചാൽ, ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും അത് അച്ചീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. കുറച്ചും കൂടെ നിങ്ങളുടെ ബ്രെയിനിന്റെ ആക്ടിവേഷൻ ഫാസ്റ്റ് ആവും. സോ അതുകൊണ്ടാണ് പറയുന്നത്, അച്ചീവ് സ്മോൾ ഗോൾസ്, then it will be very easy to achieve the big goals. ഇതൊരു വലിയ സയൻസ് ആണ്. ന്യൂറോജെനിസിസിൽ, നമ്മളെ ന്യൂറോ സയൻസിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂറോജെനിസിസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഉണ്ടാവുന്ന ഒക്കെ സമയത്ത് പുതിയ തരത്തിലുള്ള ചിന്താ പദ്ധതികളായിരിക്കും. അപ്പൊ കൂട്ടുകാരെ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഡ്രീമിൽ നിന്ന്, ഗോളിൽ നിന്ന് മാറ്റമുണ്ടാക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറുക.
അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരെല്ലാം തപസ് ചെയ്യാൻ പോയി. പലവരും തപസ് ചെയ്തിട്ട് അതിന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് തന്നാക്കന്നെ പാര വെക്കാൻ പോയി. ഭസ്മാസുരൻ അവർക്ക് കൊടുത്തേ പറ്റൂ. കാരണം അവരുടെ കോൺസെൻട്രേഷൻ, അതിൽ വലിയ ഘടകങ്ങളുണ്ട്. മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഏകാഗ്രത, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ഫിലോസഫിയാണ്. എന്താണ്? ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ഈ റാസിന്റെ ആക്ടിവേഷൻ. ഇത് നിങ്ങൾക്ക് പ്രാവർത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് ഈ പ്രോഗ്രാം തന്നെ നമ്മള് ഒരു ബാനറിന്റെ പേരിലാണ് ചെയ്യുന്നത്. യാനം എന്നാണ് അതിന്റെ പേര്. YANAM എന്നാണ് യാനം. യു ആർ നോട്ട് അലോൺ മൈ ഫ്രണ്ട്, അല്ലെ മൈ ഡിയർ, നിങ്ങൾ ഒറ്റക്കല്ല സഹോദര, ഞങ്ങളുമുണ്ട് എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. എന്തെല്ലാം സെൽഫ് ഇമേജ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അത് രാവിലെയും വൈകുന്നേരം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓൾവേസ് വിഷ്വലൈസ് ഇൻ ഇറ്റ്. ഇനിയാണ് ഞാൻ പറയുന്നത് സെൽഫ് ടോക്ക്. അതോടുകൂടി ഇന്നത്തെ നമ്മുടെ സെഷൻ അവസാനിപ്പിക്കും. അത് പറഞ്ഞ ശേഷം അതുപോലും സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോടുള്ള സംഭാഷണമാണ്. നമ്മൾ പോലും അറിയുന്നില്ല. 24 മണിക്കൂറും നിങ്ങൾ നിങ്ങളോട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതെന്താ നിങ്ങൾ കേൾക്കാത്തത്? അതിനെവിടെ സമയം? അത് കേൾക്കണമെങ്കിൽ അല്പസമയം അടങ്ങിയിരിക്കണ്ടേ? നിങ്ങൾ സ്വയം വാക്കുകൾ ഉണ്ടാക്കുക. അത് വാക്കന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന വേർഡ്സ് ഒന്നുമല്ല. ലാംഗ്വേജ് ഭാഷകളല്ല. അതിന് പ്രത്യേകത ന്യൂറോ ലാംഗ്വേജ് ഉണ്ട്. അത് അധികവും പിക്ചറുകളാണ്. സെൽഫ് ടോക്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പിക്ചറൈസേഷൻ ആണ്. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പറയുന്നതാണെന്ന് പറഞ്ഞാൽ വെറും വോക്കാൽ പറയുന്നൊന്നുമല്ല. പിക്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നേരത്തെ ബെൻസിലേക്ക് വരാം. ഞാൻ ബെൻസ് പറഞ്ഞ എളുപ്പം പറയാൻ പറ്റും കേട്ടോ. ബെൻസ് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഈ ബെൻസിൽ നിങ്ങൾ കയറുന്നതായിട്ടുള്ള സംഭാഷണം സ്വയം നടത്തുക. പിക്ചറൈസേഷൻ. അതിൽ നിങ്ങൾ പോകുന്നു, ഫാമിലിന് പോകുന്നു, അത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു തുടങ്ങിയ ചില കോണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത് സെൽഫ് ടോക്ക്. ഞാൻ വളരെ സ്പെസിഫിക് പറഞ്ഞ സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ സ്വയം സംഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നതല്ല. അതും അതെ. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഓൾവേസ് വാട്ട് തോട്ട് ഈസ്, എന്ത് ചിന്തകളാണ് കടന്നു പോകുന്നത്, അത് നിങ്ങളുടെ സെൽഫ് ടോക്കാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ചിന്തകളിൽ പോകുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. ലക്ഷ്യങ്ങളെ കുറിച്ചെന്ന് മാത്രമല്ല, വേവലാതികളെ കുറിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കോ. വേവലാതികളെ കുറിച്ചിട്ടല്ലേ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്? എന്നാൽ അത് മാറ്റുക. പകരം ഈ അത്ഭുതമായ സയൻസ് ഉപയോഗിക്കുക. ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ. എൻ്റെ ഒരുപാട് വായനയിലും റിസർച്ചിലും ചില ബുക്സും ഒക്കെ കിട്ടിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ചെയ്യുന്ന ഒരു പ്രഭാഷണ പരമ്പര മാത്രം. ഇത് എൻ്റെതായിട്ട് എൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സെൽഫ് ടോക്ക് എങ്ങനെ മാറ്റാം, സെൽഫ് ഇമേജ് മാറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇപ്രാവശ്യം റാസ് എങ്ങനെ മാറ്റാം, അതിന് സെൽഫ് ടോക്ക് മാറ്റാം. ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യും. അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച്, അത് സമൂഹത്തിന് ഗുണമുള്ള യൂണിവേഴ്സ് കൂടെ സെലക്ട് ചെയ്യുന്നതായാൽ കുറച്ചും കൂടെ ഫാസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കുന്ന കാര്യം കൂടെ അത് ലിങ്ക് ചെയ്താൽ മതി. ഞാൻ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യും, ഞാൻ ഒരു കുട്ടിക്ക് പഠിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ ഒരു കണക്ട് ആവുമ്പോൾ യൂണിവേഴ്സ് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതെല്ലാം ഈ പറയുന്ന രണ്ടാമത്തെ റാസിലാണ്. ഇപ്പൊ ഒരുപാട് ഓർഫനേജസ്, അനാഥ മന്ദിരങ്ങൾ ഈ ലോകത്തുണ്ട്. അവിടെ ഒക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. മിക്കവാറും എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ ഉറപ്പ് പറയാം. എന്തുകൊണ്ടാണ്? അവരുടെ ചിന്തകൾ ഭക്ഷണം മാത്രം ചിന്തിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അവരുടേക്ക് പോയി ഭക്ഷണം കൊടുക്കും. ഏതായാലും അഭിലാഷ് രാവിലെ എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. അതൊരു ചിലരുടെ എക്സ്പീരിയൻസ് പറയുന്നതുകൊണ്ട് അവർക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. അഭിലാഷ് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നതിനിടയിൽ
അതേ എപ്പോഴും ഇന്ന് എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് ലിങ്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എപ്പോഴും അഭിലാഷ് പോകുന്ന സമയത്ത് ഒരു ബോട്ടിലിൽ കുറച്ച് പെട്രോൾ ഇടും. കാരണം എന്താ, വഴിക്ക് ആദ്യം ആരെങ്കിലും പെട്രോൾ ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഇതേ അത് നിലയിലാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ കുറെ ആൾക്കാരെ കൊടുക്കുമ്പോൾ ഒരു ദിവസം കഷ്ടകാലത്തിന് അഭിലാഷിന് അതെടുക്കാൻ മറന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ അഭിലാഷിന്റെ വണ്ടി ഓഫായി. മഴ, ആരുമില്ല. അപ്പൊ അഭിലാഷ് വെറുതെ ചിന്തിച്ചു, ഞാൻ ഒരുപാട് ആകെ കൊടുത്തിട്ട് എനിക്കത് തിരിച്ചു കിട്ടുന്നില്ലല്ലോ ഈ ഘട്ടത്തിൽ. പിന്നീട് സംഭവിച്ചത്, ഏതോ ഒരു കാറിൽ പോകുന്ന ഒരാൾ അവിടെ നിർത്തുന്നു. മഴയായിരുന്നു. എന്നിട്ട് നനഞ്ഞ അഭിലാഷിനെ കയറ്റി വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ദിസ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ യൂണിവേഴ്സ്. പറഞ്ഞത് ആദ്യം അതിന്റെ ചിത്രം ഉണ്ടാക്കിയിട്ട് രാത്രിയിലും രാവിലെ കഴിയുമെങ്കിൽ അത് സമൂഹ നിയമനത്തിലുള്ളതാക്കി മാറ്റുക, ലിങ്ക് ചെയ്താൽ മതി. എന്നിട്ട് അതെന്നെ കിട്ടിയതായി വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ലേശ സംശയം വേണ്ട. അപ്പൊ നിങ്ങളെ സെൽഫ് ടോക്ക് മാറും. വളരെ ശക്തമായി നിങ്ങളുടെ റാസ് അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ആക്ടിവേറ്റ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതിസന്ധിയിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതിസന്ധിയെ കുറിച്ചല്ല പറയേണ്ടത്, പ്രതീക്ഷകളെ കുറിച്ചാണ്. അപ്പൊ മൊത്ത സെഷനും പ്രതിസന്ധിയിൽ നിന്ന് പ്രതീക്ഷകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് ആത്മസംതൃപ്തിയിലേക്ക്. എത്ര പേർ വരും? അതാണ് ചോദ്യം. വരുമ്പോൾ ഒരാളെങ്കിലും കൂട്ടിക്കൊണ്ടുവരിക. എവരെ? ജീവിതത്തിൽ പ്രതിസന്ധി വന്ന് ജീവിതം നിരാശയായിരിക്കുന്ന, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടുപോകാം. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം വിജയത്തിന്റെ വഴി നമ്മുടെ മുന്നിലുണ്ട്. ഇന്നെങ്കിലും ഉറങ്ങുമ്പോ ദുഃഖഭാരങ്ങളും തേടിപ്പോകരുത്. സമൂഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. ഇത്തിരി നേരെ വിരിപ്പത് നറുചിരിയാൽ തന്നെ നടക്കാം.